നമ്മളെ ക്യാമറമാനൊക്കെ പരിചയപ്പെട്ടു. ഇനി ഇവിടെ നമുക്ക് കാപ്പിപ്പൂ കേട്ടോ, നല്ല മണമൊക്കെ ഉണ്ട്. നമുക്ക് കാപ്പിപ്പൂ ഒന്ന് കണ്ടിട്ട് വരാം. നമുക്ക് കാപ്പിപ്പൂവിൻ്റെ അകത്ത് കുറേ കാപ്പിപ്പൂ വരച്ച് മാലയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കാപ്പിക്കകത്ത് നമുക്ക് വീട് ടെൻറ്റ് പോലെ അത് ഇരിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് കയറിയൊക്കെ ഇരുന്ന് കളിക്കാം. ഇതുവരെ പോകാൻ കുറച്ച് പാടാണ്, നല്ല മുള്ളൊക്കെ ഉണ്ട്. നമുക്ക് പോവാം. ഇവിടെ നല്ല മുള്ളൊക്കെ ഉണ്ട്. നല്ല രസമാണ് ഈ പൂ കാണാൻ. ഇതിനകത്ത് നിന്നാണ് കാപ്പിപ്പൊടിയൊക്കെ ഈ പൂ ഉണ്ടാക്കി ഈ കാപ്പി കുരുവൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടാക്കണേ. ഇവിടെ ഫുള്ള് കാടാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ആട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ചെറിയ കായാണ് കേട്ടോ. ഇത് എന്താണെന്ന് അറിയത്തില്ല. ഇത് കാണുന്നവരൊന്ന് കമന്റ് ചെയ്ത് ഇത് എന്താ സാധനം. കാട്ടുപഴാന്ന് തോന്നുന്നു. ആ മരത്തിന്റെ വലിയ മരം കണ്ടോ, എന്നാ വലിയ മരമല്ലേ. ആ മരത്തിന്റെ മുകളിൽ നിന്ന് എങ്ങാണ്ട് വീണ നല്ല രസമുണ്ട്. കാപ്പിപ്പൊടി നിറത്തിലൊരു പഴ കേട്ടോ. ഇത് എന്നാന്നറിയുന്നവർ കമന്റ് ചെയ്യണേ. ശബരിനാഥ് ഇപ്പൊ അവിടുന്ന് ചാടാൻ പോവാണ്. ഓ തൂങ്ങി ചാടണ്. അപ്പൊ നമ്മള് കാപ്പിമരത്തിന്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ പറ്റൂട്ടോ, അടിപൊളി സ്ഥലമാണ്. അപ്പൊ നമ്മള് ക്യാമറമാൻ ശബരിയുടെ പടക്കമെന്നും പറഞ്ഞു അടിപൊളിയായിരുന്നു കാഴ്ച കേട്ടോ. നമ്മൾ ഈ കാപ്പിമരത്തിന്റെ പക്കത്ത് കയറിയിട്ടിരിക്കാന്നാണ് പറഞ്ഞത്. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഈ നാടിയൊക്കെ കളിക്കാൻ കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. നല്ല രസം ആടിക്കളിക്കാം നമുക്ക്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ കാപ്പിപ്പൂന്. ഇത് ഞങ്ങള് കഴിഞ്ഞ ദിവസം വന്നിട്ട് ഒടിച്ചിട്ടതാണ്. മോളിലേക്ക് നോക്കിയാ എന്നാ വൈബാണ്. ആ സീനായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ക്യാമറമാൻ വീണിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് വീണതാണ്, ഒന്നും പറ്റില്ല. അവൻ ഇവിടെ നല്ല രസമുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരണം. അപ്പൊ ഈ സമയത്ത് ഞാൻ ചെറിയ പ്രേതക്കഥ പറയാട്ടോ. പ്രേതക്കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് എല്ലാവരും എണീറ്റ് ഓടും. അപ്പൊ ക്ഷമിക്കണം. പിന്നെ ഒരു ദിവസം നമുക്ക് പ്രേതക്കഥ പറയാട്ടോ. ഈ പിമാരെ എണീറ്റ് ഓടും, ഇവിടുന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഈ വീഡിയോ കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.